നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുവനെ. പ്രിയേ മോളെ, നീ ഒന്ന് പറ, എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണം, നീ ഒന്ന് പറ. ഇവരെ പേടിച്ചിട്ടാണോ? നീ ഇവരൊന്നും പേടിക്കണ്ട. ആരെതിർത്താലും നമ്മുടെ കല്യാണം നടക്കും. മിണ്ടി പോരുത് താൻ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ മൈ സൺ. അവനെ അങ്ങനെ തന്നെ ചെയ്യണം. രണ്ടും കൂടി ഇവിടുന്ന് മുങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അവനെ എന്റെ കൈ കെട്ടിയ ഞാൻ തന്നെ കൊന്നനെ. ഈഡിയറ്റ്. നിങ്ങളോട് എനിക്ക് എന്ത് നന്ദി വാക്ക് പറയണമെന്ന് എനിക്കറിയില്ല ഹിറ്റ്ലർ. ക്ഷണിക്കപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴല്ല, മുൻപും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഏടത്തി എന്തൊക്കെയാ പറയുന്നു? ഏടത്തിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാ? അമ്മായിയച്ഛനല്ലേ? അദ്ദേഹത്തെ തൊട്ടാ പിന്നെ ഞങ്ങളെന്താ നോക്കി നിൽക്കൂ? ഈ കല്യാണം എന്റെ തീരുമാനം. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും എന്റെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും. നിന്റെ അച്ഛനെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യം തന്നെയാണ്. എന്നാലും ഉള്ളിലുള്ള സ്നേഹം അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. അതെ, ഇനി ഇതിന്റെ പേരിലൂടെ ചർച്ചയൊന്നും വേണ്ട. നിന്റെ അച്ഛന് കിട്ടിയ അടി അദ്ദേഹത്തെ കൊണ്ട് തന്നെ തിരിച്ചു കൊടുപ്പിച്ചിട്ടുണ്ട്. പോരെ, ഇനി കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അമ്മേ, ഈ കല്യാണം മാത്രമല്ല, ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. എടാ ബേട്ടാ, അതൊരു പ്ലാൻ എന്റെ കയ്യിലുണ്ടടാ. ഇത്തവണത്തെ ഓണം നമ്മൾ പൊളി പൊളി. അതാണ്. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ ഏട്ടത്തിയോടും കുടുംബത്തോടും വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അല്ലേ ഏട്ടത്തി? എനിക്കറിയില്ല ബേട്ടി. ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ സിനിമ കാണുന്നത് പോലെയാ. ചിലപ്പോ നല്ല മാസ് ഡയലോഗ് ഉണ്ടാവും, ചിലപ്പോ നല്ല ഫൈറ്റ് ഉണ്ടാവും, ചിലപ്പോ നല്ല റൊമാൻസ് ഉണ്ടാവും, ചിലപ്പോ ഹീറോയും ഹീറോയിനും ഡൈവോഴ്സ് ആകുന്നു എന്ന് വരെ നമുക്ക് തോന്നും. പക്ഷേ ക്ലൈമാക്സിൽ അവരൊന്നിക്കും. നിന്റെ ലൈഫിലും അത് തന്നെ സംഭവിക്കും. എന്റെ സൺ നിന്നെ ലവ് ചെയ്യും. ഐ ആം ഷുവർ. കമോൺ ബേട്ടി, കമോൺ, വാ. അന്നേ അമ്മ പറയട്ടെ. വാ. ഇവിടെ സ്വാമിയായത്. ഭഗവാനെ, ഇനി അംബിക ചിട്ട ഇവളുടെ ദേഹത്തെങ്ങാനും കയറിയതാണോ? കുരു കുരു സ്വാഹ മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. താരേ, നീ എന്തായി കാണിക്കുന്നേ? ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഗുരുവോ? എന്തുവാടി ഇത്? മിണ്ടരുത്, ഞാൻ നിങ്ങളെ വശീകരിക്കാൻ പോവാ. അതിനെന്തിനാ വശീകരിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ നിന്റെ വശീകരണത്തിലെന്നാ എല്ലാരും പറയുന്നത്. ഇതല്ല, വേറൊരു പെണ്ണിന്റെയും നിഴല് പോലും നിങ്ങളുടെ മേൽ വീഴാതിരിക്കാനുള്ള മോഹന ഗൗരി മന്ത്രം. എടി, ഇത് നിനക്ക് എവിടെ നീട്ടിയടി? ജ്യോതി പറഞ്ഞു തന്നതാ. അവളെ DK വശീകരിച്ചത് ഈ മന്ത്രം കൊണ്ടാ. സാരമില്ല, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. അവള് മരിച്ചുപോയെന്ന് ഞാൻ വിചാരിച്ചോളാം.
പക്ഷെ നീ ഒന്നോർത്തോ, പ്രിയയുടെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും. അപ്പൊ പിന്നെ നിങ്ങൾക്കിനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല എന്ന് ബോധ്യായി. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം മുടക്കാൻ നിങ്ങൾ ശ്രമിച്ച നിങ്ങളെ പഞ്ഞിക്കിടുന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു സംശയവും. ഈ പോക്ക് പോയ മിക്കവാറും നിങ്ങളുടെ ജോലിയും പോവും. പിന്നെ ശിവയുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്ന കാര്യം, അത് ഞാൻ എടുത്ത് സൂക്ഷിച്ചോളാം. അതിനു മുമ്പ് ഏട്ടനൊരു ഫോട്ടോ എടുത്ത് വെച്ചു. ചിലപ്പോ എനിക്ക് അതിലും മാലയിട്ട് സൂക്ഷിക്കേണ്ടി വരും. കാരണം ഇവരുടെ കൈകൊണ്ട് ഏട്ടൻ മിക്കവാറും തീരും. കൊള്ളാം. സ്വന്തം കൂടപ്പിറപ്പിനോട് വേണം ഇങ്ങനെ പെരുമാറാൻ. കൂടപ്പിറപ്പ് നല്ലത് ചെയ്താ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ തിരിച്ചാ. സ്വന്തം കൂടപ്പിറപ്പിന് ഒരു കഷ്ടകാലം വരുമ്പോ ഇനി അതെന്ത് ചെയ്തിട്ടാണെങ്കിലും കൂടെ നിൽക്കണം. അതാ വേണ്ടത്. അഹങ്കാരം കൊണ്ട് പറ്റുന്ന അപകടങ്ങൾക്ക് ആരും ഉത്തരവാദിയായിരിക്കില്ല. എന്റെ ഏട്ടൻ ചെയ്യുന്ന തെറ്റ് എത്ര വലുതാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നാളെ അയാള് ചത്താലും ജയിലിലായാലും അതൊന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല, പക്ഷെ എന്നെ ബാധിക്കും. കാരണം ഞാൻ അയാളുടെ കൂടപ്പിറപ്പാ. അയാളെ തെറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കൊള്ളാം മോളെ, സൂപ്പർ, വെരി ഗുഡ് ടോക്കിംഗ്. നീ നല്ലതുപോലെ സംസാരിച്ചു. കണ്ടു പഠിക്കട്ടെ നിന്റെ അനീതിയെ. ഇവക്കുള്ള വിവേകം ബുദ്ധിയും പോലും നിനക്കൊന്നും ഇല്ലാതെ പോയല്ലോ. മയേ, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. ഈ വീട്ടിൽ ആദ്യമായി വന്നു കയറിയ മരുമകള് നീയാണ് ഇവരെ നേർവഴി കാണിച്ച് മുന്നോട്ട് നയിക്കേണ്ടത്. നീ തന്നെ ഇപ്പൊ തലതിരിഞ്ഞാ നടക്കുന്നത്. കൈ കൊടുത്താൽ ശത്രുത മാറൂന്ന് അമ്മയോട് ആരാണാവോ പറഞ്ഞത്? അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കൈ കൊടുക്കുമ്പോഴും അവളുമാരുടെ ഉള്ളില് ഇവൾക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നായിരുന്നു ചിന്ത. അതെനിക്ക് അവരുടെ മുഖത്ത് കാണായിരുന്നു. യുദ്ധങ്ങളും വഴക്കുകളൊന്നും എല്ലാ കാലത്തേക്കുള്ളതല്ല. പരിഹരിക്കപ്പെടേണ്ട സമയത്ത് അതൊക്കെ പരിഹരിക്കുക തന്നെ വേണം. അതൊക്കെ വീട്ടിലായാലും പുറത്തായാലും. പുതിയ വർഷങ്ങൾ വരുമ്പോ പുതിയ സന്തോഷങ്ങളും വരണം. മക്കളും മരുമക്കളും എല്ലാം എനിക്കൊരുപോലെയാ. ഈ വീട്ടിൽ ജീവിക്കുമ്പോ എല്ലാവരോടും ഒരുമിച്ച് സഹകരിച്ച് വേണം ജീവിക്കാൻ. എനിക്കതില് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അവരും കൂടി അങ്ങനെ ചിന്തിക്കണ്ടേ? പിന്നെ ഈ സ്നേഹവും സഹകരണവും ഒക്കെ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ. ഈ പറഞ്ഞത് നിങ്ങൾക്കും കൂടി ബാധകമാ. ഓ, അതിനിടയിലും എന്നെ കുത്താനുള്ള സൂചി കിട്ടുമെന്നാണല്ലേ നീ നോക്കുന്നത്? അതെ, കുത്തേണ്ടി വന്നാ കുത്തണമല്ലോ. ഹലോ മോനെ, കല്യാണക്കുറി കിട്ടി. ഞാൻ അത് പറയാനാ വിളിച്ചത്. അതുമായിട്ട് നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ആയിക്കോട്ടെ. അപ്പോ രാവിലെ കാണാം. ഓ ശരി. നിന്റെ അച്ഛനാ വിളിച്ചത്, കല്യാണക്കുറി കിട്ടിയെന്ന്. ആ പറഞ്ഞതിൽ എന്താ ഒരു കാനം? ശരിക്കും എന്റെ അച്ഛൻ വിളിച്ചെന്ന് എന്നെ പറഞ്ഞതാണോ, അതെന്റെ അച്ഛനെ വിളിച്ചതാണോ? നിന്നെ പോലെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ശീലം എനിക്കില്ല. അമ്മ പറഞ്ഞ പോലെ മക്കളും മരുമക്കളും എല്ലാവരും കൂടി താമസിക്കുന്ന വീടായത്. ഒരുമിച്ച് ജീവിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നീ അവരോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറണം. ഞാൻ സ്നേഹത്തോടെ തന്നെയാ പെരുമാറുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ സ്നേഹം കാണിക്കാനൊന്നും എനിക്കറിയത്തില്ല. അമ്മ, ശിവ മുറിയിലില്ല, മുറ്റത്ത് ബുള്ളറ്റും ഇല്ല. നല്ലൊരു ദിവസമായിട്ട് അവന്റെ എവിടെ പോയി? നീ എന്നെ വിളിച്ചു നോക്കിയേ. അമ്മേ, അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അമ്മ ബാക്കി എല്ലാവർക്കും കൈനീട്ടം കൊടുക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ അല്ലേ?
ഇന്നൊരു ന്യൂ ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ കൊല്ലം നോ വഴക്ക്, ഓൾ ഹാപ്പി. ഓക്കെ അമ്മ ഫോൺ സ്വിച്ച് ഓഫാ. അവൻ വരുമേ. ആ ശിവ വന്നു തോന്നുന്നു. മയ താര ഗോകുൽ ബാലു ചിത്ര. എവിടെയായിരുന്നു എസ് കെ ഇത്ര നേരം? ഞങ്ങൾ എല്ലാവരും എസ് കെ അന്വേഷിക്കായിരുന്നു. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയതാ. നീ ഇങ്ങോട്ട് വന്നേ, ഈ കഞ്ഞിടം മേടിച്ചേ. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതൊന്നും സാരമില്ല, പിന്നെ ഫ്രഷ് ആയാ മതി. എസ്കേപ്പോഴാ പോയത്? ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. അമ്മേ, ശിവയ്ക്ക് കൈനീട്ടം കൊടുക്ക. ഭഗവാനെ, കഴിഞ്ഞ കൊല്ലം നീ എന്നെ ഒരുപാട് വട്ടം ശിക്ഷിച്ചു. സന്തോഷം തന്നതിന്റെ ഇരട്ടി സങ്കടവും തന്നു. ഇക്കൊല്ലം എല്ലാം നല്ലതായി തന്നെ വരാൻ നീ എന്നെ സഹായിക്കണം. ഓണം കഴിഞ്ഞ് എന്റെ മോളുടെ കല്യാണം ഒരു കുറവും വരാതെ നീ അത് നടത്തി തരണം ഈശ്വര. ഈ കൊല്ലം കൈ നിറയെ കാശ് കിട്ടണേ എന്റെ ഭഗവാനെ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. എല്ലാ 1-ാം തീയതിക്കും കൈനീട്ടം വാങ്ങിക്കുമ്പോ അച്ഛനോട് അമ്മ ഇത് തന്നെയാ പറയുന്നത്. ഇക്കൊല്ലെങ്കിലും ഒന്ന് മാറ്റി പിടിക്കമ്മ. അച്ഛ, എനിക്ക് കൈനീട്ടം തന്നെ. അങ്കിൾ, ഒരു പുതിയ വർഷം തുടങ്ങുകയല്ലേ ഈ ചിങ്ങ 1-ന്. ആദ്യം അങ്കിളിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്കിളിന്റെ കൈനീട്ടം നല്ലതാണെന്ന് പ്രിയ എപ്പോഴും പറയാറുണ്ട്, ഇല്ലേ? ഇപ്പോ അങ്കിൾ കൈനീട്ടം തന്നെ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് വേറെ ആരുമില്ല. അങ്കിൾ, നിങ്ങൾ ആരും എന്നെ ഉപേക്ഷിക്കരുത്. നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ഭാര്യ പിണങ്ങിപ്പോയി. ഞങ്ങൾ ഉടനെ ഡിവോഴ്സ് ചെയ്യും. ഇപ്പോ എന്റെ അനിയത്തിയും നീക്കയും കുടുംബവും എല്ലാവരും എനിക്കെതിരാ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. നീ കാരണം
എന്റെ മോൾക്കൊരു അബദ്ധം പറ്റി, അവളത് തിരുത്തി. നിന്നെപ്പോലൊരു ദുഷ്ടന് ഈ വീടിന്റെ പടി ചവിട്ടാനുള്ള യോഗ്യതയില്ല. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം അല്ല നശിച്ചത്, നിങ്ങൾ കാരണം എന്റെ ജീവിതം നശിച്ചത്. എനിക്ക് നിങ്ങൾ വേണ്ട, ഇറങ്ങിപ്പോ. പ്രിയ, എനിക്കൊരു ജീവിതം വേണം. അതിന് പ്രിയ എന്നോട് ഉണ്ടായേ പറ്റൂ. അമ്മേ, നിങ്ങളല്ലേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. എനിക്കിവിടെ തരാൻ നിങ്ങൾ വാക്ക് പറഞ്ഞല്ലേ. എന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു, വാക്ക് മാറ്റി. ഇപ്പോ ഞാൻ അനാഥനായി, ആരുമില്ലാത്തവനായി. അങ്കിൾ അറിയണം, പ്രിയയോട് ഞാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല. എല്ലാം പ്രിയക്കറിയാം. തുടക്കത്തിലെ എന്റെ ജീവിതം താളം തെറ്റിപ്പോയതാ. എന്നിട്ടും എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിച്ചു. ഇനി വയ്യ. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത്. പ്രിയേ എനിക്ക് വാങ്ങിച്ചു തരണം. പ്ലീസ് അങ്കിൾ, പ്ലീസ്. 25 പൈസ കൊള്ളാം. ഇത് തന്നെ വളരെ കൂടിപ്പോയി. നിങ്ങൾ ഇത്രയ്ക്ക് പിശുക്കനാണോ ഹിറ്റ്ലറെ? പണ്ട് എല്ലാ ചിങ്ങം 1-ാം തീയതി നേരം വെളുക്കുമ്പോ അമ്മയുടെ മുന്നിൽ ഈ 25 പൈസ കൈനീട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ചെന്ന് നിൽക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കഥയാ. അന്ന് ഈ പൈസയ്ക്ക് ഒരുപാട് വിലയുണ്ടായിരുന്നു. പക്ഷെ ഇന്നേ ഇതിന് ഒരു വിലയില്ല. അതുകൊണ്ട് നിനക്ക് ഇത് തന്നെ ധാരാളം. ഇത് കൊള്ളാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. അമ്മ തന്ന ഈ 25 പൈസയ്ക്ക് നിങ്ങൾ ഒരുപാട് മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ആ മൂല്യം നിങ്ങൾക്ക് എന്നോടും ഉണ്ട്. അതുകൊണ്ടാ അമ്മ തന്ന ഈ 25 പൈസ തന്നെ എനിക്ക് തന്നത്. അതുകൊണ്ടല്ല, ഇതിൽ കൂടുതൽ തരാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല. അതുകൊണ്ടാ. കള്ളം പറയൽ ഹിറ്റ്ലറെ. എന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ നിങ്ങള് അമ്മ തന്ന ഈ 25 പൈസ തന്നെ തന്നത്. പ്രേമിക്കാൻ പറ്റിയൊരു സാധനം. ഇറങ്ങി പോയി ബേക്കറിക്കാരി. ഈ 25 പൈസ നാണയം ഞാനൊരു നിധി പോലെ സൂക്ഷിക്കും ഹിറ്റ്ലറെ. ജീവിതത്തിൽ സന്തോഷത്തോടെ നിങ്ങൾ എനിക്ക് തന്ന ആദ്യത്തെ കൈനീട്ടല്ലേ ഇത്. ഇതെനിക്ക് വലിയൊരു സമ്മാനം തന്നെയാണ്. അപ്പോ ചിങ്ങ 1-ാം തീയതി അങ്ങ് പൊളിച്ചു. അതെ, അമ്മ തന്നതിനേക്കാൾ വലിയ കൈനീട്ടം SK കൊണ്ടുവന്നു. വെറുതെ അല്ല ഹിരൺമയി ഇവിടെ കയറി ഇറങ്ങിയത്. അവരുടെ മകൾ ഇപ്പോഴും SK സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. SKയുടെ മനസ്സിലും അവളോടുള്ള ഇഷ്ടം പഴയതുപോലെ ഉണ്ടോ എന്ന് അറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. SK പറഞ്ഞത് മനസ്സിലൊന്നും ഇല്ലെന്നല്ലേ? തൽക്കാലം ജ്യോതിയോടുള്ള പകയ്ക്ക് ഒരു അവധി കൊടുക്കാം. നിങ്ങളാരും ഒന്നും ചെയ്യണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. അയാളുടെ കൂടെ ഒരു വയറ്റി വന്ന് ജനിച്ചെന്നുള്ള ഒറ്റ കാരണത്താലാ ഞാൻ ഈ ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്. അയാളെ പോലൊരു ദുഷ്ടന്റെ പ്രവൃത്തി കൊണ്ട് ഈ കുടുംബം തകരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ സഹോദരനാണെന്ന് ഒരു പരിഗണനയും ഞാൻ കൊടുക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വേണ്ടി വന്ന അയാളെ കൊല്ലും ഞാൻ. ചിത്രേ, നിനക്ക് ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടുള്ള ആത്മാർത്ഥത എത്രയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
നിന്നോടിവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല, വിരോധവും ഇല്ല. പലപ്പോഴും കഠിനമായി ശിക്ഷിക്കേണ്ട പല സന്ദർഭത്തിലും അവനെ ഞാൻ ഒഴിവാക്കിയത് നിന്റെ സഹോദരനായതുകൊണ്ടാണ്. ഇപ്പോഴും ആ പരിഗണന എനിക്ക് അവനോടുണ്ട്. തെറ്റ് തിരുത്താൻ തയ്യാറായാൽ അവനെ ഞാൻ വെറുതെ വിടാം. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അതല്ല DKയുടെ തണലില്ല ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതം. DKക്ക് എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിയ ഇല്ല, അത് പാടില്ല. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. അതൊന്നും വേണ്ട ചിത്രേ. അപകടകരമായൊരു മാനസികാവസ്ഥയിൽ അവനിപ്പോ ഉള്ളത്. വേണ്ടത് ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ സൂപ്പറാടി. ആ മായധാരിയൊക്കെ നിന്നെ കണ്ട് സ്റ്റഡി ചെയ്യട്ടെ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് മോൻ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. അങ്കിൾ ഇപ്പൊ പോയി കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഈ കല്യാണം നടക്കും. ഇതവൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തോളാം. ഹാപ്പി ആയിട്ടിരിക്കും സുധാകരൻ നായരെ. നമ്മൾ ഈ കല്യാണം ബ്യൂട്ടിഫുൾ ആക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ പോട്ടെ മോളെ. മോനെ പോട്ടെ മോളെ. അവിനാഷ് വിത്ത് പ്രിയ. സിംഹത്തിന്റെ മടയിൽ കല്യാണം വിളിക്കാൻ വന്ന കഴുതപ്പുലി അവിനാഷ്. നിങ്ങൾ എടുത്തോ? എടുത്തോ? സാരി സെലക്ട് ചെയ്തോ? അതിഷ്ടായോ? ആ നല്ല സാരി അല്ലേടി? ഇത് നന്നായിട്ടില്ലേ? ആ നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. നോക്കട്ടെ. ഇഷ്ടായോ? കൊള്ളാം അല്ലേ? നല്ല കളറല്ലേ? ഇഷ്ടായോ? ഇത് നോക്കിയേ. നിങ്ങൾ നോക്കിയോട്ടോ, ഞാനിപ്പോ വരാം. നോക്ക്, ഞാനിപ്പോ വരാം. ഇത് കൊള്ളാല്ലേ? ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്. എന്നാ രാജവേട്ടൻ നോക്ക്. ചേച്ചി ആ പച്ചയും എടുക്കോ? പച്ച കളറാ ഇഷ്ടം? മോളുടെ ഇഷ്ടമാ ഏട്ടന്റെ ഇഷ്ടം. ഒരു പീകോക്ക് ബ്ലൂ അല്ല, വേണ്ട, പിങ്ക്. പറയടാ, എന്റെ മോൾക്ക് കല്യാണ സാരി ഏത് കളറ് വേണം? പറ എന്റെ മുത്തേ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്, അതിന് എത്ര വില കൂടിയതായാലും ഞാൻ മേടിച്ചു തരും. ആ സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി നീ കല്യാണ മണ്ഡപത്തിലേക്ക് വരുമ്പോ ഓർക്കുമ്പോ തന്നെ എന്ത് സന്തോഷം എന്നറിയോ? നിർത്തടാ. ഞാനാ രാജീവ്, പ്രിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ. അവൾക്കുള്ള സാരി ഞങ്ങൾ എടുത്തോണ്ടിരിക്കുക. അതിന് നിന്റെ സഹായം വേണ്ട.
മനസ്സിലായോ? ഓഹോ, അപ്പൊ നിങ്ങൾ ഡ്രസ് എടുക്കുകയായിരുന്നോ? എന്നാ പറയണ്ട എന്റെ കുട്ട, ഞാനും കൂടെ വരില്ലായിരുന്നോ? നമുക്കൊരുമിച്ച് അവക്കുള്ള സാരി പർച്ചേസ് ചെയ്യാമായിരുന്നല്ലോ. നീ ആവശ്യം പോലെ പർച്ചേസ് ചെയ്ത് കൊടുത്തോടാ. പക്ഷെ കല്യാണ ദിവസം അവൾ ഉടുക്കുന്നത് ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയായിരിക്കും. അത് നീ ഓർത്തു വെച്ചോ. കാണാം. രാജുവേട്ട, അവൻ എന്താ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. താ സെലക്ട് ചെയ്യ്. പറ രാജീവേട്ട. ഒന്നുമില്ലടോ, ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള കളിയാ. കൊള്ളാം. അപ്പൊ ഇനി ഡ്രസ് എടുക്കണം. ഏത് കളർ വേണം? നല്ല ചുവപ്പായാലോ? നല്ല കട്ട ചോരയുടെ ചുവപ്പ്. നമുക്ക് ഈ വർഷത്തെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ നീ ഇവരും കൂടി തീരുമാനിച്ചോളൂ. നിനക്കുള്ള ഓണക്കോടിയാ. കഴിഞ്ഞ വർഷങ്ങളിൽ തരാൻ കഴിയാത്തതിന്റെ പ്രായശ്ചിത്തമാണെന്ന് കരുതിയാ മതി. ഏട്ടൻ തരുന്നത് എന്തും എനിക്ക് സന്തോഷമാ. കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ നീ ഇല്ലല്ലോ കൂടെ എന്ന ദുഃഖം ഉണ്ടായിരുന്നു. ഇപ്പൊ നീ വന്നതിന്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. അപ്പോ ഏട്ടന്റെ അനിയന്റെ വിഷമം മാറിയില്ലേ? കാഞ്ചീപുരം പട്ടിന്റെ വല്ലാത്ത മണം. അവൾ ഈ സാരി ഉടുത്ത് കഴിയുമ്പോ ഈ സാരിക്ക് അവളുടെ വിയർപ്പിന്റെ മണമാകും. ഈ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരിക്കും. പ്രിയ, ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാ. ഈ സാരി ഉടുത്ത് മണ്ഡപത്തിലെത്തുന്ന നിന്നെ ഞാൻ താലി കെട്ടുമ്പോ എനിക്കെന്തു സന്തോഷാന്നറിയോ?